അമ്മച്ചിന് അനുഭവം വെച്ചിട്ട് അമ്മച്ചിക്ക് ഇവരോട് എന്നാ പറയാനുള്ളത്? അമ്മച്ചി കല്യാണം കഴിച്ച അപ്പച്ചനുണ്ടല്ലോ, ആ അപ്പച്ചനും ഈ പുള്ളിയും ക്ലാസ്മേറ്റ് ആയിരുന്നു. പെണ്ണിന് മാത്രം താലി, ചെറുക്കന് താലിയില്ലേ? ഓപ്പണാണ്, ഓപ്പൺ എഴുതിയിട്ടുണ്ടല്ലോ. ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടി. 4 ഫിഷ് 4 പേർക്ക്. അതെ, അന്നത്തെ ജീവിതമൊക്കെ അല്ലേ, പണ്ടത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അമ്മച്ചിയുടെ കഥകൾ പറയുമായിരുന്നടി. ഇപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞേ, അതായത് അമ്മച്ചീനെ ഈ കല്യാണം നടക്കുന്നതിന് മുന്നേ വേറൊരു കല്യാണം അമ്മച്ചിക്ക് പറഞ്ഞു കേട്ടോ. സ്ത്രീധനം ആദ്യം ചോദിച്ചു, പെണ്ണ് കാണാൻ വന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് സ്ത്രീധനം ചോദിച്ചു. അപ്പോൾ ഇവരുടെ അത്രയും കൊടുക്കാനില്ല, അതിന് ഇച്ചിരി കുറച്ചേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ആ പുള്ളി പറഞ്ഞു എനിക്ക് അതും വേണ്ടാന്ന്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചിയുടെ അപ്പച്ചൻ പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറയണതിന് ഇവിടെ പെണ്ണിനെ കൊടുക്കാനില്ലെന്ന്. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി അന്ന് സ്കൂളിൽ പഠിക്കുക, 10ാം ക്ലാസ്സിൽ. അന്നേരം അമ്മച്ചി സ്കൂൾ വിട്ട് വരുമ്പോൾ അന്നേരം ഈ ചെറുക്കൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കും അല്ലേ അമ്മച്ചി? അതെന്ന് പറഞ്ഞ സംഭവം അങ്ങനെ 10-15 ദിവസം നിന്ന് എനിക്ക് ചെയ്യുന്ന കാണുമ്പോൾ എന്നെ വിറക്കാൻ വന്നു, പേടിയ. രാവിലെ വരുന്ന സമയത്തും 4 മണിക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ ചെറുക്കനെ കാണുമ്പോൾ നിൽക്കുമ്പോൾ അവനെല്ലാം നോക്കും, ഞാൻ അങ്ങോട്ടും പേരെന്നായിരുന്നു അമ്മച്ചി? തോമസ് കുട്ടി. ഓ അമ്മച്ചിനി നമുക്കത് പറഞ്ഞ് കളിപ്പിക്കാം. തോമസ് കുട്ടി. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. അമ്മച്ചി അത് പറയണ്ടായിരുന്നു. 10-15 ദിവസം കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു ചെറുക്കൻ എന്നും ഇവിടെ എന്നെ നോക്കി നിൽക്കുണ്ടെന്ന്. എൻ്റെ നേരെ മൂത്ത ആങ്ങളെ എന്നെ കണ്ട് ചോദിച്ചു, ഞാൻ കാണാൻ വേണ്ടി നിൽക്കുന്നു, നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചു തരാൻ പറ്റുമോ? എന്നാലും ഒന്ന് കാണുമെങ്കിലും ചെയ്യാന്ന്. പാവോലെ കെസിയാ നീ കേട്ടോ. പുള്ളിക്ക് എല്ലാ ദിവസവും ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും പുള്ളി. 2 ആഴ്ചയോളം ഇങ്ങനെ നിന്നു. അപ്പം അമ്മച്ചി എന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ ചെറുക്കൻ നോക്കി നിൽക്കുവാന്ന്. അപ്പോൾ വീട്ടുകാർക്ക് ഓൾറെഡി അപ്പം അന്നേരം ആ ചെറുക്കൻ പറഞ്ഞു. അപ്പം ചെറുക്കനെ അമ്മച്ചിയുടെ ആങ്ങളെയൊക്കെ വിളിച്ച് ചോദിച്ചു. അന്നേരം ആ ചെറുക്കൻ അവർക്ക് അപ്പച്ചൻ മാത്രമായിരുന്നു. അപ്പം അന്നേരം ആ ചെറുക്കൻ പറഞ്ഞെന്ന് നിങ്ങളെന്തായാലും എനിക്ക് കെട്ടിച്ചു തരുമല്ലോ, ഞാൻ കാണുമെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന്. അതിനു വേണ്ടി അതിൻ്റെ ലീവ് തീർന്നോടം വരെ അത് എല്ലാ ദിവസവും അമ്മച്ചീനെ ഒന്ന് കാണുമെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. കഷ്ടമായി പോയില്ലേ തോമസ് കുട്ടി. ഓർത്തിരുന്നു അമ്മച്ചി ഇത്രയൊന്നും അമ്മച്ചി ഞാൻ പറഞ്ഞില്ല പിള്ളേരോട്. അമ്മച്ചി കല്യാണം കഴിച്ച അപ്പച്ചനുണ്ടല്ലോ, ആ അപ്പച്ചനും ഈ പുള്ളിയും ക്ലാസ്മേറ്റ് ആയിരുന്നു. അതെങ്ങനെയാ അറിഞ്ഞേ? അത് ഞങ്ങൾ പിന്നെ കണ്ടു. പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഈ പുള്ളിനെ കണ്ടു. അപ്പൊ ഇവര് തമ്മിൽ തോമസ് കുട്ടിക്ക് മനസ്സിലായി അമ്മച്ചിന് അനുഭവം വെച്ചിട്ട് അമ്മച്ചിക്ക് ഇവരോട് എന്നാ പറയാനുള്ളത്? ചെറുക്കൻ്റെ സ്വഭാവം നോക്കണം, വിദ്യാഭ്യാസം നോക്കണം, വീട്ടിലെ ഇത് നോക്കണം, ഭൂസ്വത്ത് കണിശമായിട്ട് നോക്കണം. ഭൂസ്വത്ത് വീട്ടില് മുതലുണ്ടോ നോക്കണം, മുതലുണ്ടോ, ഒരു വീടുണ്ടോ, അല്ലെങ്കിൽ വീട് വെക്കാനുള്ള സ്ഥലമുണ്ടോ, അങ്ങനെ കണിശമായിട്ട് നോക്കണം. അങ്ങനെയുള്ളത് നോക്കി മാത്രമേ ചെയ്യാവൂ. സ്വഭാവം നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലേ കെട്ടണ്ട. മറ്റേ പാട്ടാണ് സിംഗിൾ. നിങ്ങൾക്ക് നാട്ടിൽ വീട് വേണമെന്നൊരാവശ്യം വരുക, എന്തെങ്കിലും ഒരാഗ്രഹം തോന്നുവാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് വെച്ചാൽ മതി. അതന്നേരം ഇവര് പൈസ കൊടുത്ത് വെച്ചോളും. ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ ഓൾസോ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ ഞാൻ നാട്ടിലത്തെ ആൾക്കാരെ അല്ലെങ്കിലോ കിട്ടുന്നേ. അതെ, ഇവരൊന്നും സായിപ്പും വേണ്ട. നമ്മുടെ കൾച്ചറിൽ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് എനിക്കുണ്ടല്ലോ. എനിക്ക് നാട്ടില് മൊത്തം ജനിച്ച് വളർന്നയാളെ വേണ്ട, പക്ഷെ മലയാളി. പക്ഷെ ഇവിടെ ഞങ്ങളെ പോലെ നാട്ടിൽ ജനിച്ചു വളർന്നവര് നിങ്ങൾക്ക് പറ്റൂല. മലയാളി ആയിക്കോട്ടെ, ഇവിടെ ജനിച്ചു വളർന്നാളേത് നാട് അവിടെ തന്നെ ഉള്ളവരാണ്. കണക്ഷൻ നിർത്താൻ ഇവർക്ക് താല്പര്യമുണ്ട് അല്ലേ കെസിയ? കെസിയക്ക് അത്ര താല്പര്യമില്ല. അപ്പൊ ഇല്ല, ഇതാണ് ഇവരുടെ പ്രശ്നം.
വിദ്യാഭ്യാസം. പക്ഷെ അത് ശരിയാവൂല അമ്മച്ചി. ഇവര് നാട്ടിൽ നിന്ന് കെട്ടിയാൽ ശരിയാവൂല. എന്നാന്നറിയാം, ഇവളുമാർക്ക് തോന്നണ പോലെ ഇവളുമാര് നടക്കും. അത് വല്ലതും നടക്കുമോ? അത് അവളൊക്കെ 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വെളുപ്പിന് 2 മണിക്കൊക്കെ പോണവരൊക്കെയാ. അന്നേരം ഏതെങ്കിലും വീട്ടിൽ നാട്ടിൽ നിന്ന് വന്ന ചെറുക്കന്മാർക്ക് ഇത് വല്ലതും മനസ്സിലാവുമോ? അതുകൊണ്ട് അതൊന്നും നടക്കൂല. അവർക്കൊന്നും മനസ്സിലാവില്ല. എത്രയാണെങ്കിലും നമ്മളെ കെട്ടുന്ന നമ്മളെ ഏത് ചരടും തിരിച്ച മിന്നുമായിട്ട് കെട്ടുന്നതാണ്. ഇവരങ്ങനെയല്ലെന്ന് കെട്ടണേ. 7 ചരടിട്ട് കെട്ടണില്ല ഇവര്. 7 ചരടിട്ട് കെട്ടണം. മന്ത്രകോടി എന്നാന്ന് ആദ്യം പറ അമ്മച്ചി. മന്ത്രകോടി എന്നാന്ന് ആദ്യം പറഞ്ഞു. അവർക്ക് മനസ്സിലാവില്ല. കല്യാണത്തിന് മന്ത്രകോടി എന്ന് പറഞ്ഞ സാരി ചെക്കൻ്റെ വീട്ടുകാരെടുക്കും. സാരി മന്ത്രകോടി. ആ മന്ത്രകോടിയുടെ തുമ്പറിഞ്ഞാൽ 7 നൂലുണ്ട്. ഇത്രയും ആ 7 നൂലും കൂടെ പശയിൽ ഒന്നായിട്ട് പിരിക്കും. ഇങ്ങനെ പിരിച്ച് ഒരു നൂലാക്കിയിട്ട് മിന്നെ അതേ കോർക്കും. ലോക്കറ്റ്, താലി. ലീഫിന്റെ ഷേപ്പുള്ള താലി. അതാണ് താലി. മന്ത്രകോടി ഇങ്ങനെ നാളായിട്ട് മടക്കി ആ മന്ത്രകോടിയുടെ പുറത്ത് ആ താലിയും രണ്ടും കൂടെ വെക്കും. അച്ഛൻ്റെ കയ്യിൽ നമ്മൾ കൊടുക്കും. അച്ഛൻ ആ താലി ഇത് വെച്ചിട്ട് അത് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ശുശ്രൂഷകൾ. പെണ്ണിന് മാത്രം താലി. ചെറുക്കന് താലിയില്ലേ? ചെറുക്കന് താലിയില്ലേന്ന്. അയ്യോ, അച്ഛൻ ശുശ്രൂഷകൾ പിതാവ് ശുശ്രൂഷകൾ ചെയ്ത് അല്ലാതെ ആ വില്ലിൻ്റെ കൂടെ നൂല് കെട്ടി ഇങ്ങനെ വെക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു മാല, ഒരു മോതിരം 2 പേർക്കും വേണം. 2 പേർക്കും മാല. അത് വേറെ കേസ്. താലി എന്ന് പറഞ്ഞ പെണ്ണിനെ ഇങ്ങനെ പുറകിന്ന് കെട്ടൂലേ? അത് റിങ്ങേ ഉള്ളൂ. ഇവർക്ക് അതില്ല. റിങ് അത് അച്ഛൻ ശുശ്രൂഷ ചെയ്ത് മാല പെണ്ണിൻ്റെ കഴുത്തേലും അച്ഛനും അച്ഛന്മാരാണ് പെണ്ണിന് മോതിരിട്ട് കൊടുക്കുന്നത്. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്കത് വേണ്ട. നിങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ അല്ല ആദ്യത്തെ അങ്ങനെ വിരിച്ച് കിട്ടും. എപ്പോഴാണേലും ഇങ്ങനെ ഇരുന്ന് ഒരു സ്റ്റെപ്പ് മുന്നേ ആമ്പള്ളാൻ കിട്ടും. എന്തിന് കെസിയ ചോദിച്ചേട്ടെ? എന്തിന് പറയുന്നത് കഴിഞ്ഞ് ഞാനും അവനും ഒരേ സമൂഹമാണ്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. ശകല മുന്നിൽ ആൾക്കാരെയും അങ്ങനെയാണ്. ശകല ഒരു വിരൽ കുഞ്ഞു വയ്ക്കും. അങ്ങനെ ആയിരിക്കണം എന്നാണ് അമ്മച്ചി പറയണത്. ജീവിതകാലം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ഉള്ളിയല്ലേ. സങ്കടത്തിലും സംരക്ഷിക്കൊന്നും വേണ്ട. അതൊക്കെ പണ്ട്. അതെ, എല്ലാം എനിക്ക് തന്നെ. പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാൻ വരണ്ടെന്ന്. ഏതഭിപ്രായമാണോ സമയം ഒരുപോലെ എടുക്കണം. മൈ മണി ഈസ് മൈ മണി, യുവർ മണി ഈസ് അവർ മണി. അതാണ് ഇവരുടെ പോളിസി. ഉണ്ടാകും. എന്നാലും അത് ജമ്മിനെപ്പെട്ട് ജോയിൻ നമ്മളെക്കാട്ട് ഒരു സ്റ്റെപ്പ് ഭർത്താവിനാവൊരു ശകലം ഭർത്താവിൻ്റെ കീഴെ ഭാര്യ നിൽക്കണമെന്ന് ഭർത്താവ് പറയുന്നത് അനുസരിച്ച് ഏതിനും നിൽക്കണമെന്നാണ് നമ്മുടെ തലമുറയുടെ അയാൾ വീട് വെക്കുന്ന അയാളാണ് എല്ലാ പൈസ എവറിത്തിങ് അയാളെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ തലമുറയുടെ പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുന്ന ജോലി ചെയ്ത പുള്ളിയായില്ല. പുള്ളി പറയുന്ന ഒരു വഴക്കുമില്ല, ബഹളവുമില്ല, സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷേ ഇനി ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. രണ്ടുപേരും ഈക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. നീ ഷെയർ ചെയ്യുന്ന അത്രയും തന്നെ അവനും ഷെയർ ചെയ്യണം. അങ്ങനെ ഈക്വലായിട്ടുള്ള ജീവിക്കണം. നിങ്ങളും കഷ്ടപ്പെടുന്നു, പുള്ളിയും കഷ്ടപ്പെടുന്നു. അപ്പോൾ ഈക്വല് എല്ലായിടത്തും ഈക്വല് അങ്ങനെ വേണം. ഓക്കെ, എഗിരി നമുക്ക് പോവാം. ചെറിയ ക്ലാസ്സുകളൊക്കെ കിട്ടി. അമ്മച്ചി മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. He needs to know everything.
someone that's gonna be a leader, like he's gonna guide you, like not guide you, he's gonna lead you. Like, ആൾക്കാർ വന്ന് സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരുമായിട്ട് ജീവിക്കാൻ ഒരു മൂന്നാമതൊരു ചേർപ്പാട്ട് വന്ന് സംസാരിക്കാൻ നമ്മൾ ഇറങ്ങില്ല, നമ്മൾ അടുക്കളയിൽ നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ വീട്ടിലെ ആണുങ്ങൾ അവരുമായിട്ട് സംസാരിക്കും. അതൊക്കെ ഇപ്പം മനസ്സിലായോ? അതാ അങ്ങനെ ഒരു കാര്യം അങ്ങനെയൊക്കെ വേണമെന്ന്. അങ്ങനെ അതാണ് പ്രയോറിറ്റി എപ്പോഴും അവർക്ക് കൊടുക്കണം എന്നാണ് അമ്മച്ചി പറയണേ. പക്ഷെ അതൊന്നും നടക്കൂല അമ്മച്ചി. ഓക്കെ, ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ തീരുവാണേ. ഞങ്ങളുടെ കൂടെ വന്ന ഈ ജെൻസി കുട്ടികൾക്ക് ഒത്തിരി താങ്ക്സ്. ഞങ്ങളുടെ കൂടെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് ബോറായിരിക്കും, എന്നാലും ഇവർ വന്നു കേട്ടോ. like and subscribe. അതെ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Famous Akiru, guys. അതെ.